1938 സെപ്റ്റംബർ 26 കൊല്ലം ജില്ലയുടെ കിഴക്ക് കടയ്ക്കൽ എന്ന കൊച്ചു ഗ്രാമം. ഗ്രാമത്തിലെ ചന്തയിൽ നിന്നും അന്യായമായ ചുങ്കം പിരിവിനെതിരെ നാട്ടിലെ കർഷകരും യുവാക്കളും ആൽമരച്ചുവട്ടിൽ ഒത്തുകൂടി. നാളെ മുതൽ ചുങ്കം കെട്ടില്ല എന്ന് വെല്ലുവിളിച്ച് അവർ സമാന്തര ചന്ത തുടങ്ങി. ദിവാനെയും രാജവാഴ്ചയും വെല്ലുവിളിച്ച് സമരക്കാരെ തേടി ചന്തയുടെ കാര്യസ്ഥനും പോലീസുകാരും എത്തി. സമരക്കാരെ നേരിടാനാവാതെ പോലീസും ഗുണ്ടകളും പിന്തിരിഞ്ഞോടി. അടുത്തതായി എത്തിയത് ദിവാന്റെ പട്ടാളമാണ്. പട്ടാളത്തെ നേരിടുന്നതിനായി ചിതറയിൽ നിന്നും നൂറുകണക്കിന് സമരക്കാർ കടക്കിലേക്ക് പുറപ്പെട്ടു. പാങ്ങലുകാട് എന്ന സ്ഥലത്ത് വെച്ച് സമരക്കാരും പട്ടാളക്കാരും ഏറ്റുമുട്ടി. സമരക്കാരെ നേരിടാനാവാതെ പട്ടാളം പിന്തിരിഞ്ഞോടി. സമരക്കാർ പോലീസ് സ്റ്റേഷൻ തീവച്ചു. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളായ ഫ്രാങ്കോ രാഘവൻപിള്ള, ചന്ദൻ കാളയമ്പി എന്നിവർ ചേർന്ന് കടയ്ക്കലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുമ്പ് സ്വാതന്ത്ര്യം ലഭിച്ച കടയ്ക്കലിന്റെ സമരവീര്യം. 9 നാളുകളാണെങ്കിൽ കൂടി കടയ്ക്കൽ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു.